ആ നൗസു വന്നിട്ടുണ്ട്. നൗസോ, എന്താ എനിക്ക് പറയാനുള്ളത്? ടോപ്പ് നേതാക്കൾ തന്നെയും വന്നിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മശായിഖിന്റെ ഹദറത്തുകൾ. ഭയങ്കര വെളിപ്പെടുത്തലാണ്. അഥവാ നമ്മളുടെ ടോപ്പ് നേതാക്കന്മാർ വരെ ചെന്നിരിക്കുന്ന ഹലറത്തുകളാണ് ഓൻ്റെ മശായിഖിൻ്റെ ഹലറത്തുകൾ എന്നാണ്. നമ്മൾ ടോപ്പ് നേതാവ് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ്, ഖലീൽ തങ്ങൾ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ ടോപ്പ് നേതാക്കന്മാർ AP വിഭാഗത്തിലുള്ളത്. ഇനിയിപ്പോൾ EK വിഭാഗത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ സയ്യിദുൽ ഉലമ, ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ്, ഇവരൊക്കെ പോയിരിക്കണ ഹലറത്താണ് ഇപ്പോൾ എൻ്റെ മശായിഖന്മാരുടെ ഹലറത്ത്. അഥവാ സുലൈമാൻ ബാവൻ്റെ ഹലറത്ത്. എന്നാൽ അതിന് വിടുക. അങ്ങനെ ഞങ്ങളെ മശായിഖന്മാർ നേരെ ഞങ്ങളെ ടോപ്പ് നേതാക്കന്മാർ വന്നിരിക്കണ ഹലറത്ത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ ഹലറത്തൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ വിടടോ, കാണട്ടെ. ഞങ്ങൾ അത്തരം ക്ലിപ്പുകൾ ഇടാൻ ഉദ്ദേശിച്ചതല്ല. ഞങ്ങളെ ഇജുകെട്ട് ഇടിയങ്ങായി ക്ലിപ്പ്. എൻ്റെ ക്ലിപ്പുകൾ എൻ്റെ അടുത്തുള്ളത് മുയ്വട്ടോ, എൻ്റെ അടുത്തുള്ളത് മുയ്വട്ടോ. സുനീർ വിട്ടതുപോലത്തത് വിടരുത്. ഞങ്ങളെ ഇടങ്ങാറാക്കരുത്, ഞങ്ങളെ സമനില തെറ്റിക്കരുത്. കാരണം അതൊക്കെ ഞങ്ങൾക്ക് രാത്രി കാണുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സുനീർ വിട്ട മാതിരിക്കത്തെ വീഡിയോ ഒക്കെ കാണുമ്പോഴൊക്കെ അതിലിടങ്ങാറാണ്. ഞങ്ങൾ ഈ പള്ളിയെ കൂടി ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, കുടുംബങ്ങളൊക്കെ വീട്ടിലല്ലേ. അപ്പോൾ ഈ സുനീർ വിട്ട മാതിരിക്കത്തെ വിട്ടുകാണ്ട് ഞങ്ങൾ ഇടങ്ങാറാക്കി കഴിഞ്ഞാൽ മതി. അല്ലാത്ത ഏത് ക്ലിപ്പാണ് ചച്ച ധൈര്യം ഉണ്ടെങ്കിൽ വിടാ. പ്രമേയമല്ല, ഓൽക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിച്ചപ്പോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു, വല്ലാതെ നിർബന്ധിപ്പിക്കണ്ട. ഇതൊക്കെ സാമ്പിളുകൾ മാത്രമാണ്. നിങ്ങളുടെ മുശാവറ തീരുമാനിച്ച തീരുമാനങ്ങൾ തന്നെ ബാത്തിലാക്കുന്ന നേർക്കുനേരെയുള്ള ക്ലിപ്പുകൾ വേറെ ആരുമില്ല. മശായിഖന്മാരും ഇവരും കൂടിയിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ പുറത്തുവിട്ടാൽ പിന്നെ ഞങ്ങളെ മുശാവറക്ക് എന്ത് വിലയുണ്ടാകുക? ആയിക്കോട്ടെ, ഞങ്ങളെ മുസാവർക്കൊരു വിലയില്ലെങ്കിൽ വേണ്ട. ഇജൊരു കാര്യം ചെയ്യാണ്ട് വിടേ. വിട്ടീനും വലുതൊന്നും ഇപ്പം ഇനി വരാനല്ലോ. ഇങ്ങോട്ട് വിടേ, ധൈര്യം ഉണ്ടെങ്കിൽ വിടേ. എന്നെ ബെല്ല് വിളിക്കണം. എനിക്ക് അത്ര ആൺകുട്ടിയാണെങ്കിൽ, കുഞ്ഞാമ്മ പറഞ്ഞ മാതിരി ഉണ്ടായ ചങ്ങായിയാണെങ്കിൽ, കുഞ്ഞാമ്മ പറഞ്ഞ മാതിരിക്കത്തെ അഡ്രസ്സൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ അത് ഒറ്റ വാചകത്തിൽ പറയണമെങ്കിൽ ഒരേ അഭിനുണ്ടായ കോലത്തിലാണെങ്കിൽ അങ്ങോട്ട് വിടുക, ധൈര്യം ഉണ്ടെങ്കിൽ. ഒന്ന് കാണാലെന്നാൽ ചെങ്ങായി, ഞങ്ങളെ പറ്റിയിട്ട് എനിക്ക് വല്ല വിവരമുണ്ടോ? ഞങ്ങളെ നേതൃത്വം ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എന്ത് പറഞ്ഞോ അതന്നെ ഞങ്ങളെ മുസാവറ. അതിൽ വേറെ വർത്താനൊന്നുമില്ലടോ. ഇജെന്തേ കരുതിയത്? ഞങ്ങളെ സുൽത്താനുൽ ഉലമ, ഞങ്ങൾക്ക് സുലൈമാൻ ഉസ്താദ്, ഞങ്ങളെ പേരോട് ഉസ്താദ്, ഞങ്ങൾക്ക് അതേമാതിരി ഞങ്ങളെ പൊന്മള ഉസ്താദ്, ഖലീൽ തങ്ങൾ പാപ്പ, ഇവരൊക്കെ പാടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് മുസാവറടോ. ഇനി അവരെല്ലാവരും പോടെ കൂടി തീരുമാനിച്ചത് ഇനി AP ഉസ്താദ് മാത്രം എന്ത് ചെയ്തു, എൻ്റെ സുലൈമാനോട് കൂടി ചർച്ച ചെയ്ത് കണ്ട് ഒഴിവാക്കി എന്നാ പറയണത്? എൻ്റെ മുസാവറ കൂടി തീരുമാനിച്ച തീരുമാനം സുലൈമാൻ്റെ അടുത്തേക്ക് വന്നുകാണ്ട് മീനങ്ങാടി സുലൈമാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചെറിയ AP ഉസ്താദും പാടെ തീരുമാനിച്ച് മുസാവറ തീരുമാനിച്ച തീരുമാനം മാറ്റിയെന്നാ. ആയിക്കോട്ടെ, അത് വിട്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലേ. ഞങ്ങളെ കാര്യത്തിൽ ബേജാറാകിയേ വേണ്ട. ഞങ്ങൾ സുന്നത്തമായത്തിൽ ഉറച്ചു നിൽക്കണോരാ. അവിടെ ഏത് വല്യാപ്പ വന്നിട്ടും കാര്യമില്ല. ഞങ്ങളെ കാര്യത്തിൽ ബേജാറാണ്ട. ഇജത് ഇവിടെ കാണാനേ ഞങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്. നമുക്ക് അങ്ങനെ ഒരാളെ അങ്ങോട്ട് ഇല്ലാതെയാക്കിയല്ലോ വേണ്ടത്. ഇപ്പൊ വന്നതന്നെയുണ്ടല്ലോ അത്യാവശ്യം. ആ വർത്താനം പറയല്ലേ, ഇല്ലാതാക്കല്ലല്ലോ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള വർത്താനം പറയച്ച്. ഇജ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടല്ലേ, അടിത്തറ മാതും എന്ന് പറഞ്ഞിട്ടല്ലേ നടക്കുന്നത്. ഇജ് അടിത്തറ മാതാനല്ലേ, കാന്തപുരം വിഭാഗത്തിൻ്റെ അടിത്തറ മാതാനല്ലേ ഇജ് നടക്കുന്നത്. ഇജ് മറ്റേ വർത്താനം പറയല്ലേ. പിന്നെ വന്നതന്നെ ഉണ്ടല്ലോ അത്യാവശ്യം. അത് ശരിയാണ്, വന്നതന്നെ അത്യാവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സുനീറിനോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് സുനീറെന്ന് ചോദിച്ചു നോക്കാം. സുനീർ നമ്പർ ഉണ്ടാവുമല്ലോ എൻ്റെ അടുത്ത്. സുനീറിനോടൊന്ന് ചോദിച്ചു നോക്കാം, എന്താ ഇപ്പം ബലി പറയണത്. ഇജ് കണ്ടുക്കോലപ്പം അത് വന്ന അത്യാവശ്യമുണ്ട്. അത്യാവശ്യം എങ്ങനെ ആയാലും അത്യാവശ്യം തിരക്കടില്ലാത്തൊരു സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യമുണ്ട് കേട്ടോ.
ശംസുലമ തന്നെ അവരെ കുറിച്ച് പറയുന്ന ക്ലിപ്പുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അതിലേക്ക് എത്തിച്ചതാ. ഷംസുലുലമ പറഞ്ഞ ക്ലിപ്പുണ്ട് എൻ്റെ അടുത്ത്. ഓടച്ചോനെ ആകെ വിറപ്പിച്ചല്ലോ നമ്മളാകെ പേടിപ്പിച്ചല്ലേ ചങ്ങായി. എന്താ പറയണേ? ശംസുലുലമ പറഞ്ഞ ക്ലിപ്പുണ്ട്. എടാ ചങ്ങായി, ശംസുലുലമ പിന്നെ സമസ്തനുണ്ടായ സമയത്ത് 90കളിൽ പ്രസംഗിച്ചിരുന്നു. എ പിക്ക് പണി പിന്നെ വഹാബിയാളെ മൂട്ടിലെ തീട്ടം കുത്തലാണ്. അത് കേട്ടുക്കണോ? അത്രത്തോളം പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ആ ക്ലിപ്പ് ഇടാത്ത്? സുന്നത്തെ ഇജാത്ത് സുന്നിയാണെന്ന് പറഞ്ഞില്ലേ? EK ഉസ്താദ് AP ഉസ്താദിനെ സുന്നത്തെ ഇജാത്ത് സുന്നിയാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രസംഗത്തിൻ്റെ ഒന്ന് എടുത്തു നോക്കുക. പ്രസംഗത്തിൻ്റെ അവസാനത്തിലുണ്ടാകും എ പിക്ക് പണി വഹാബിയാളെ മൂട്ടിലെ തീട്ടം കുത്തലാണ്. പച്ച മലയാളത്തിലാണ് പ്രസംഗിച്ചത്. അറിയാം എനിക്ക് വർത്താനം? എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? പറയടാജ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഗതികളാ. ആ വിഷയത്തിനൊക്കെ എന്ത് ചെയ്തു? അതാണ് ആ ഒരു സെല്ലത്ത് അവിടെ വന്നുപോയി എന്ന് പറയാൻ കാരണം ഉണ്ടായിരുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശംസുലുലമ EK ഉസ്താദ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനത്തിൽ സുന്നി കിടക്കുന്നത് കാന്തപുരത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുക്കണോ? ജയനത് കുത്തിത്തിരിപ്പ് പോയിക്കോ. ഈ സംഘം ഈ മഹത്തായ പോരാട്ടം കാന്തപുരം വിഭാഗത്തിന് ഒരുത്തൂടി എത്തിയിട്ട് ഈ പിന്നെ മഹത്തായ എന്താണ് ഇത് പിന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ ചീഞ്ഞു പോവുകയും ചെയ്യുള്ളൂ മോനെ. അതെൻ്റെ ആ വർത്തമാനങ്ങൾ അങ്ങനെ ചീഞ്ഞു പോവുകയുള്ളൂ. ഇതിനൊരു കുഴപ്പം സംഭവിക്കൂല. ഇതെങ്ങനെയാണെന്ന് ഇത് വെയിലത്ത് മുളച്ചതാ, അല്ലെങ്കിൽ തീയിൽ മുളച്ചതാ. ഇത് തീയിൽ മുളച്ച സംഘടനയാണ്. ഇത് വെയിലത്തിട്ടിയ വാട്ടിയാലൊന്നും വാടൂല. അങ്ങനെ പെട്ടെന്ന് വാടുന്ന സൈസല്ല. അതാ സുൽത്താനുൽ ഉലമ. അലം നഷ്റഹിലൊക്കെ സുദറക്കുന്ന അള്ളാഹു ഉയർത്തിയതാണ്. അത് താത്താൻ നോക്കിയിട്ട് കാര്യമെടുത്ത് ആവൂല്ല. എൻ്റെ സുലൈമാൻ ബാബൻ നിങ്ങളെല്ലാവരും പാടെ ഉയർത്തിയതാ. അതെങ്ങനെയായാലും താവും. അലാക്കിൻ്റെ കോളാമ്പി ഉണ്ടെങ്കിൽ തുപ്പിയരച്ച് കണ്ട് അവിടുന്ന്. പിന്നെ പല ആൾക്കാരും ചോദിക്കലുണ്ട്, എന്താന്നാ പിന്നെ നിങ്ങൾക്ക് പിന്നെ മറുപടി കൊടുത്താൽ? ഇവനെന്താണ് മറുപടി കൊടുത്തൂടെ? നേർക്ക് നേരെ എന്താ നിങ്ങൾക്ക് ഓൻ വെല്ലുവിളിക്കണതല്ലേ? വെല്ലുവിളിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കിട്ടിയാണ്ട് മറുപടി കൊടുത്തൂടെ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന ആളുകൾക്കും ഒരു ന്യൂ ക്ലിപ്പ് കൊടുക്കണം. ഒരു പുതിയൊരു അറിയിപ്പ് പോലെടുത്തുനിന്ന് കോർക്ക് കൊടുക്കണമല്ലോ. ഇതിന് അതിൻ്റെ തന്നെ കേട്ട എന്തുകൊണ്ടാണ് ഇവനക്ക് മറുപടിക്ക് പോകാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കേട്ട് നോക്കിട്ടോ. വിടൂലങ്ങൾ നിങ്ങളെ നശിപ്പിച്ചിട്ട് നടക്കും. നമ്മക്ക് അങ്ങനെ ഒരാളെ അങ്ങോട്ട് ഇല്ലാതെ ആക്കിയല്ലോ വേണ്ടത്. കുറച്ച് ദിവസം മുന്നേ പ്രസംഗിച്ചതാണ്. നിങ്ങളെ ഒരു നിലക്ക് വിടൂല, നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചിട്ടേ അടങ്ങൂ. ഏത് കുരുവട്ടൂരികളെ പറയണേ, നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചിട്ടേ അടങ്ങൂ. കാന്തപുരം വിഭാഗത്തിനെ അഥവാ സുന്നത്തമായത്തിനെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ. ഒരിക്കൽ പ്രസംഗിച്ചതാണ്. അങ്ങനെ ആ മഴ ചോർന്ന് രണ്ടാമത്തെ മഴ ആയപ്പത്തിനോ പിന്നെ രണ്ടാമത്തെ ദിവസത്തിനോ എന്ത് ചെയ്തു? പറഞ്ഞതാണ് എന്ത് ചെയ്യണത്? നമുക്കങ്ങനെ ഒരാളെ തകർക്കണം എന്നൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത്. അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്ക് അഥവാ രാവിലെ പറഞ്ഞതിനേക്ക് ഉച്ചക്ക് തിരുത്തി പറയാം, ഉച്ചക്ക് പറഞ്ഞ രാത്രി തിരുത്തി പറയാം. ഇവനായിട്ട് എങ്ങനെ നമ്മളൊരു നേർക്ക് നേരെ ഏറ്റുമുട്ടുക? അത് പറ്റൂല. കാരണം കഴിയൂല. ലോകത്തുനിന്ന് നടക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരങ്ങനെ ചിലപ്പോൾ ഈ പിന്നെ യോഗത്തിന് വന്നുകാണ്ട് പറയും, ഈ പിന്നെ സംവാദത്തിന് വന്നിട്ട് പറയും. അതൊന്നും കൂട്ടാൻ പറ്റൂല. അതൊന്നും ഞാൻ മറുപടി അറിയില്ല. പിന്നെ ഇപ്പം എന്തിനാ പോയി കുത്തിരിക്കണത്? അതുകൊണ്ട് അവസരമല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വാക്കിന് സിക്കത്തുള്ള വാക്കുറപ്പുള്ള ആളുകളെ കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സംവാദം നടത്തേണ്ടത്. അവർ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു വഹാബിയാണെങ്കിലും, ഏതൊരു മുജാഹിദാണെങ്കിലും, ഏതൊരു ഹിന്ദു ആണെങ്കിലും, നിരീശ്വരവാദി ആണെങ്കിലും, ആദിയാണെങ്കിലും, തബിലീഗ് ആണെങ്കിലും അവർ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കണം. അങ്ങനത്തെ ആളുകളുമായിട്ട് സംവാദം നടത്തേണ്ടത്. അതല്ലാതെ ഇതേമാതിരി ഈ നൗഷാദിൻ്റെ മാതിരി തിരുത്തി ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ അതൊന്നും ഒഴിവാക്കി, ഇതെടുത്തു, ഇത് ഒഴിവാക്കി, അതെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവരെ
ഇവിടെയൊക്കെ സംവാദത്തിന് പോയോൽക്കാ പിരാന്ത്. ഇവൽക്കല്ല പ്രശ്നം, പോയോൽക്കാ പിരാന്ത്. ആ അതിപ്പോൾ അടുത്തൊരു സംഗതി ഉണ്ടായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റേഞ്ചുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഉസ്താദിനോട് വിളിച്ചിട്ട് കുട്ടീൻ്റെ രക്ഷിതാവ് ചോദിച്ചു, അല്ല കുട്ടി മദ്രസ വിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ. വീട്ടിലേക്ക് എത്തിയിട്ടില്ലേ? അപ്പോൾ മദ്രസ വിട്ടിട്ട് കുറച്ച് നേരം ആയല്ലോ, അപ്പം എന്താ ഇപ്പോഴും വീട്ടിലേക്ക് എത്തിയിട്ടില്ല? എന്നാൽ അപ്പോൾ ആരപ്പേ പോയി ആവോന്നാണ്. വെറുതെ ഉസ്താദ് തമാസക്ക് പറഞ്ഞതാ, ആരപ്പേ പോയി ആവോന്നാണ്. സത്യത്തിൽ ഈ കുട്ടിയാണെന്ന് വെച്ചാലോ കുട്ടീൻ്റെ കാമുകൻ്റെ ഒപ്പം പോയതുമാണ്. ആ അത് കഴിഞ്ഞ ആഴ്ച നടന്നൊരു കേസാണ്. കുട്ടീൻ്റെ കാമുകൻ്റെ ഒപ്പം പോയതാ. എന്നിട്ട് പിന്നെ ചോദ്യം ചെയ്യണ ഉസ്താദിന് എന്താണ്, എന്തിനാ ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഞാൻ പറഞ്ഞതാ തെറ്റ് പോയതാ തെറ്റ്? ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞതാ തെറ്റ്, പോയതല്ല തെറ്റ്. ഏത്? നിങ്ങൾ പറഞ്ഞതാണ് തെറ്റ്. ഏത്? ഉസ്താദ് തമാസക്ക് പെരക്കാരോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്നാൽ അപ്പോൾ ആരപ്പോൾ പോയി ആവോ എന്നുള്ള ഒരു ശൈലി സംസാരിച്ചു. എന്തിനാ ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ചെക്കൻ്റെ ഒപ്പം പോയതല്ല പ്രശ്നം. ഏതാ പ്രശ്നം? ഉസ്താദ് ഈ പറഞ്ഞതാ പ്രശ്നം എന്നതുപോലത്തെ ടീമാണ് ഉസ്താദ്. ആഹാ ഇവനൊക്കെ മറുപടി പറഞ്ഞാൽ പറയണവർക്ക് പിരാന്ത് എന്നല്ലാതെ